Praise be to Jesus Christ and blessed Virgin Mary. Welcome back to Catholic Wagabi. ഞാൻ ആഷിക് ജോയ്. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum, de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. ഈശോയിലേറ്റവും അധികം സ്നേഹമുള്ളവരെ, ദ ഡോഗ്മ ഓഫ് പെർഗട്ടറിയിലെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ബ്രിഡ്ജറ്റിൻ്റെ തന്നെ മറ്റൊരു അനുഭവമാണ്. വിശുദ്ധ ബ്രിഡ്ജറ്റ് എക്സ്റ്റസിയിലായിരുന്ന സമയത്ത് ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുകയും ശുദ്ധീകരണ സ്ഥലത്ത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇതിലും പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാത്തവർ ദയവേത് അത് കണ്ടിട്ട് ഇത് കാണുക. ചിലപ്പം നമുക്കൊരുപാട് സംശയങ്ങളുണ്ടാവും ഇത് കാണുമ്പോൾ. അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾക്ക് ഉത്തരമൊക്കെ ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ വിശുദ്ധ ബ്രിഡ്ജറ്റ് ശുദ്ധീകരണ സ്ഥലത്ത് പോയപ്പോൾ അവിടെ കണ്ടത് ഒരു പട്ടാളക്കാരനെയാണ്. ഈ പട്ടാളക്കാരൻ ചില മാരകപാവങ്ങളൊക്കെ ചെയ്ത് തൻ്റെ ജീവിതകാലത്ത് ഇങ്ങനെ പാപകരമായ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി. പക്ഷേ ഇദ്ദേഹത്തിന് പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രത്യേകമായ ഭക്തി ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ മരണസമയത്ത് അനുദപിക്കാനുള്ള പ്രത്യേക കൃപ ഇദ്ദേഹത്തിന് ലഭിച്ചു. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതേ സെയിം സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ജപമാല ഭക്തരായിട്ടുള്ള ആളുകൾ ഒരു കാലത്ത് കുറേ ജപമാലയൊക്കെ ചൊല്ലിയിരുന്നു. പക്ഷേ പിന്നീട് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല, ഇങ്ങനെ പാവത്തിൽ കഴിഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾ അവർ പെട്ടെന്നൊരു മൊമെൻറ്റിൽ മരിച്ചു പോകുന്നു, മാരകപാപത്തിൽ. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നു ഈ വ്യക്തി നരകത്തിലോട്ട് പോയി എന്ന്. പക്ഷേ ആ മരിക്കുന്ന ആ മൊമെൻറ്റിൽ അവർക്ക് അനുദപിക്കാനുള്ള കൃപ മാതാവ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇത് പരിശുദ്ധ കന്യകാമറിയം ജപമാല ചൊല്ലുന്നവർക്ക് നൽകിയ 16 വാഗ്ദാനങ്ങളിലുള്ള ഒരു വാഗ്ദാനമാണ്. ജപമാല ചൊല്ലുന്ന, ഭക്തിയോട് ചൊല്ലുന്ന ഒരു ആത്മാവും നിത്യ നരകാഗ്നിയിൽ പോവുകയില്ല. എങ്ങനെയെങ്കിലും ഒരു ചാൻസ്, അനുദപിക്കാനുള്ളൊരു ചാൻസ് മാതാവ് വാങ്ങിച്ചു തരും എന്ന്. അങ്ങനെ പരിശുദ്ധ മറിയത്തിന് പ്രത്യേക ഇടപെടൽ കാരണം ഇദ്ദേഹത്തിന് ആത്മാർത്ഥമായ അനുതാപം ലഭിച്ചു. അങ്ങനെ ഇദ്ദേഹം മരിച്ചു. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇദ്ദേഹം നയിക്കപ്പെട്ടു. അപ്പോൾ ദൈവം ഇദ്ദേഹത്തിന് വിധിച്ചത് ഇങ്ങനെയാണ്: കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമെന്നോണം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് വളരെ പേടിപ്പെടുത്തുന്ന ഒബ്ജക്ട്സ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപത്തിന് ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന പരിഹാരം. നാവ് കൊണ്ട് ചെയ്ത പാപത്തിന് ഇദ്ദേഹം ചെയ്യേണ്ട പരിഹാരം, ഇദ്ദേഹത്തിന് നൽകിയ പരിഹാരം എന്നുള്ളത് നല്ല കൂർത്തിരിക്കുന്ന സൂചി, ഈ സൂചി കൊണ്ടുള്ള ടോർച്ചറായിരുന്നു. അതിനോടൊപ്പം ദാഹം കൊണ്ടുള്ള ടോർച്ചർ, ദാഹം ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു പെയിന്, ഇതാണ് അദ്ദേഹത്തിന് നൽകിയത്. ഇദ്ദേഹം സ്പർശനം വരെ ചെയ്തിട്ടുള്ള പാവങ്ങൾക്ക് പരിഹാരമായിട്ട് അഗ്നി തടാകത്തിലേക്ക്, അഗ്നി സമുദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ ആഴ്ന്നിറക്കി എന്നാണ് പറയുന്നത്. പിന്നീട് മാതാവിൻ്റെ ഇടപെടൽ വഴി ഇദ്ദേഹത്തിൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിലെ ഈ ഒരു പീഡനങ്ങൾ കുറയ്ക്കുവാനും സാധിച്ചു എന്നാണ് വിശുദ്ധ ബ്രിഡ്ജറ്റ് പറയുന്നത്. മറ്റൊന്ന്, വാഴ്ത്തപ്പെട്ട മേരി വില്ലേനി എന്നു പേരുള്ള വിശുദ്ധരുടെ ജീവിതത്തിൽ നടന്ന മറ്റൊരു സംഭവമാണ്. ഈ വിശുദ്ധ ഒരു ഡൊമിനിക്കൻ സന്യാസിനിയായിരുന്നു. വളരെ ഈ ശുദ്ധീകരണാത്മാക്കളോട് വളരെ ഭക്തി ഉണ്ടായിരുന്ന ഒരു വിശുദ്ധയും കൂടിയാണ്. അപ്പോൾ ഒരു ദിവസം ഈ വിശുദ്ധ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ അനുഭൂതിയിലാവുകയും ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് ഒരുപാട് ആത്മാക്കളെ കാണുന്നവരുടെ കൂട്ടത്തിൽ വളരെയധികം കൂടുതൽ പീഡനം ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിനെ കണ്ടു. അപ്പം ഈ വിശുദ്ധ ചോദിച്ചു, ഈ ആത്മാവിനോട് ചോദിച്ചു, എന്താണ് നീ ഇവിടെ വരാൻ കാരണം? അപ്പോൾ ഈ ആത്മാവ് പറഞ്ഞ പ്രകാരമാണ്, ഞാൻ വളരെ കാലമായിട്ട് ഈ ശുദ്ധീകരണ സ്ഥലത്തുണ്ട്. കാരണം എൻ്റെ ആർഭാടം നിറഞ്ഞ ജീവിതം, ദൈവത്തെപ്പറ്റിയൊന്നും ചിന്തയില്ലാത്ത ഒരു ജീവിതം കാരണം ഇത്രയും വർഷമായി ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് വന്നിട്ടും എനിക്ക് ഇവിടെ നിന്നും ഒരു ഉയർച്ചയില്ല. അതായത് ശുദ്ധീകരണ സ്ഥലത്ത് നമ്മളിങ്ങനെയുള്ള സംഭവങ്ങൾ വായിക്കാൻ മനസ്സിലാവും. അവരുടെ ബന്ധുക്കാരുടെയും മറ്റും പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനകളൊക്കെ കാരണം ഈ ആത്മാക്കൾ ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലോട്ട്, അതായത് അവരുടെ ആത്മാവ് ശുദ്ധി ചെയ്യപ്പെട്ടിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി ഇത്രയും വർഷമായിട്ടും ഒരു പടി പോലും സ്വർഗത്തിലോട്ട് ഉയർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ ഭൂമിയിലായിരുന്ന സമയത്ത് ലോകസുഖ മോഹങ്ങളെല്ലാം ഞാൻ മുഴുകി നിന്നു. ഒരു ക്രിസ്ത്യൻ ആണ്, ക്രിസ്ത്യാനിയുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നിരുന്നാലും ഞാൻ അതൊന്നും ഫുൾഫില്ല് ചെയ്തില്ലെന്ന് മാത്രമല്ല, വളരെ നെഗ്ലിജൻസോടുകൂടെ, താല്പര്യമില്ലാതെയായിരുന്നു, അതുപോലെ ഒരു മന്ദമായ രീതിയിലായിരുന്നു ഞാൻ
ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ എൻ്റെ ഡ്യൂട്ടി എല്ലാം ചെയ്തിരുന്നത്. അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയ ചിന്ത എന്നത് ഇതായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക്, ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. ഞാൻ എൻ്റെ ആത്മീയ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഇതാ ഇന്ന് ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്ത് അഗ്നിയിൽ കിടക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ കൂട്ടുകാർ ഒരാളും എന്നെ ഓർക്കുന്നേ ഇല്ല എന്നാണ് ഈ ആത്മാവ് പറയുന്നത്. അങ്ങനെ ഈ വാഴ്ത്തപ്പെട്ട മേരിയും വില്ലേനിയും ഈ ആത്മാവിനോട് യാചിച്ച് ചോദിച്ചു, നീ അനുഭവിക്കുന്ന വേദന എനിക്കും ഒന്ന് അനുഭവിക്കണമെന്ന്. അങ്ങനെ ഈ ആത്മാവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ആത്മാവിൻ്റെ വിരൽ കൊണ്ട് ഈ വിശുദ്ധയുടെ നെറ്റിത്തടത്തിൽ സ്പർശിച്ചു. ഉടനെ ആത്മീയ അനുഭവം അവിടെ നിന്നു. അവർ സ്വബോധത്തിലോട്ട് വന്നു. ആഴമുള്ള നല്ല വേദനയുള്ള ഒരു മുറിവായിരുന്നത്. 2 മാസത്തോളം, 2 മാസം കഴിഞ്ഞിട്ടും ഈ മുറിവ് അവിടെ തന്നെ ഉണ്ടായെന്ന് പറയുന്നു. പിന്നീട് ഈ വിശുദ്ധ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ വ്യക്തിയുടെ ആത്മാവിനെ അവിടെ നിന്ന് മോചിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ആത്മാവ് മോചിക്കപ്പെട്ടു എന്നാണ് ഫാദർ ഷൂപ്പെ പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ വ്യക്തി പറയുന്ന പ്രകാരം ഭൂമി ജീവിച്ചിരുന്നപ്പോൾ ഈ വ്യക്തിയുടെയും ഈ വ്യക്തിയുടെ കുടുംബക്കാരുടെയും അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭൗതിക കാര്യങ്ങൾ മാത്രം നിറവേറ്റുന്നതായിരുന്നു ഇൻട്രസ്റ്റ്. അപ്പം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഞാനൊരു ആർട്ടിക്കിൾ ഈ അടുത്ത് വായിച്ചായിരുന്നു. അതായത് ഒരു സ്ഥലത്ത്, നമ്മൾ ജോലിക്ക് പോകാനുള്ള ഒരു സ്ഥലത്ത് പരിശുദ്ധ കുർബാനയില്ല, എസ്പെഷ്യലി സൺഡേസിൽ സാക്രമെൻറ്റ്സ് കിട്ടത്തില്ല എന്ന് നമുക്കറിയുന്നൊരു സ്ഥലം. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് നമുക്കവിടെ പോകേണ്ടി വരുന്നു. ഇങ്ങനെ പോകുന്നത് ഇതൊരു മാരകപാപമാണ് എന്നാണ് ഞാൻ ആ ആർട്ടിക്കിളിൽ വായിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം കുമ്പസാരം കിട്ടത്തില്ല, പരിശുദ്ധ കുർബാന കിട്ടത്തില്ല, ഇനി നാട്ടിൽ ലീവിന് വന്നാലേ എനിക്കിതൊക്കെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ എന്നറിയാം. പക്ഷേ നമ്മുടെ കടബാധ്യതകൾ, നമ്മുടെ വീട്ടിലെ ചുറ്റുപാടുകൾ, നമ്മുടെ നാട്ടിലെ ജോലിയില്ലായ്മ, തൊഴിലില്ലായ്മ, ഇതെല്ലാം കാരണം ഈ വ്യക്തി ആ സ്ഥലത്ത് പോകുന്നു. ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞായിരിക്കും ലീവിന് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് നാട്ടിലുണ്ടാകുന്ന സമയത്ത് മാത്രമേ കുദാശകൾ ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് മാരകപാപമാണ് എന്നാണ് ഞാൻ ആ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം ഉത്തരവാദിത്വം നോക്കേണ്ടതും ഒരു ദൈവികമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ ഉത്തരവാദിത്വം നിറവേറ്റാത്തവരും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിൻ്റെയും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്ത ആളുകളും ശുദ്ധീകരണ സ്ഥലത്തുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ദൈവം ഇങ്ങനെ നമ്മളെ സാക്രമെൻറ്റ്സ് ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് അയക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈശോ കാൽവരി മലയിൽ ഇത്രയേറെ പീഡ സഹിച്ച് നമുക്ക് വാങ്ങിത്തന്നതാണ് ഈ കൂദാശകളെല്ലാം. ഇതെല്ലാം നമുക്ക് നിത്യജീവൻ നേടിത്തരുന്ന കൂദാശകളാണ്. അപ്പോൾ കൂദാശകളില്ലാത്തൊരു സ്ഥലത്തേക്ക്, നമ്മുടെ ആത്മാവിനെ വരണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ മാരകഭാവ അവസ്ഥയിലേക്ക് എത്തിക്കുന്നൊരു സ്ഥലത്തോട്ട് ദൈവം നമ്മളെ അയക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഇതിനുള്ളൊരു പ്രതിവിധി? ഈശോയോട് ചോദിച്ചാൽ ഈശോ ചെയ്തു തരുമെന്നുള്ളതാണ്. ഈശോയോട് ചോദിച്ചാൽ, ഈശോ എൻ്റെ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്, എൻ്റെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ഇത്ര എനിക്ക് ഒരു സാമ്പത്തിക ഭദ്രത വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, രോഗമാണ്, കടക്കെണിയാണ്, ഇങ്ങനെ നമ്മൾ ഈശോയോട് പറഞ്ഞാൽ, അറ്റ് ദ സെയിം ടൈം ഈശോ എനിക്ക് പരിശുദ്ധ കുർബാനയുള്ളൊരു സ്ഥലത്ത് എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഈശോ അങ്ങനെ എത്തിക്കും. അങ്ങനെ പുറത്ത് പോയിട്ട് കുർബാന, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇതുപോലെ ഈശോയോട് പറഞ്ഞ് ഈശോ അത് ചെയ്ത് കൊടുത്തിട്ട് ആളുകൾ നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മളിത് ചെയ്യുന്നില്ല. കാരണം നമ്മൾ കാണുകയാണ്, ഓക്കെ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര ഒരു നല്ല എമൗണ്ട് സാലറി കിട്ടും എന്നറിയുമ്പോൾ നമ്മൾ ബാക്കിയൊന്നും നോക്കുന്നില്ല. നമ്മൾ ആകെ നോക്കുന്നത് എന്താണ്? ഇത് പോവുക, ഈ സാലറി വാങ്ങിക്കുക, കുടുംബത്തിൻ്റെ കടം വീട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അത് ദൈവഹിതമാണോ എന്ന് നമ്മൾ നോക്കണം. ഈ 2 വർഷത്തിനിടയിൽ, അല്ലെങ്കിൽ 1 വർഷത്തിനിടയിൽ കൂദാശകളില്ലാതെ നമ്മൾ ആ നാട്ടിൽ ജീവിക്കുമ്പോൾ, ആ ഒരു ദിവസം നമ്മുടെ ആത്മാവിനെ ദൈവം തിരികെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ഈ എക്സ്ക്യൂസ് ഉണ്ടോ പറയാൻ? കർത്താവേ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറയാൻ എക്സ്ക്യൂസ് ഉണ്ടോ? അപ്പോൾ ഈശോ ചോദിക്കത്തില്ലേ, നിനക്ക് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ? നീ എന്നോട് ചോദിച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരുന്നാൽ പരിശുദ്ധ കുർബാനയുള്ള സ്ഥലത്ത് നിനക്ക് ഇതേ ശമ്പളത്തിൽ ഞാൻ ജോലി തരുമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഈശോ നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിവേകമുള്ള വ്യക്തികൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ട് പോകണം. നമ്മുടെ കരിയറും നമ്മുടെ സ്പിരിച്വൽ ലൈഫും. അപ്പോൾ സാത്താൻ്റെ ഒരു തന്ത്രമാണിത്. എങ്ങനെ നമ്മളെ ഈ ജീവിത വ്യഗ്രതയിൽ മുഴുകുക,
ദൈവം നമ്മുടെ കാര്യത്തിലൊന്നും ശ്രദ്ധാലുവല്ല. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ പോകുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞ എക്സ്ക്യൂസ് എന്താണ്? കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ എപ്പോഴേലും ഈശോയോട് ചോദിച്ചിട്ടുണ്ടോ, ഈശോയെ എനിക്ക് എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയെ നോക്കണം, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാത്തത് മാരക പാപം, അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തെ കാര്യം നോക്കാനാണ്, അപ്പോൾ അതുകൊണ്ട് കുർബാന കിട്ടുന്നൊരു സ്ഥലത്ത് നീ എനിക്ക് ജോലി താ എന്ന് പറഞ്ഞ് ഈശോ തരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇത് കേട്ടിട്ട് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. എൻ്റെ അടുത്ത് ചിലർ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ കാര്യം, കുർബാനയൊന്നും ഇവിടെ ഇല്ല, അവൻ നാട്ടിലോട്ട് വരട്ടെ. അത് നിങ്ങൾ ഈശോയുടെ ആലോചന ചോദിക്കുക. ഈശോയുടെ ആലോചന, ഈശോ എനിക്ക് ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈശോ ചെയ്ത് തരും. അപ്പം നമ്മൾ എന്തും ആയിക്കൊള്ളട്ടെ. ഞാൻ അറിഞ്ഞൊരു വ്യക്തി ഇതുപോലെ ഇസ്രായേലിൽ ഇങ്ങനെ ഒരുപാട് ഒഴിവുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ. ഒരുപാട് ചെറുപ്പക്കാർ പോയായിരുന്നു. അങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും ഒരു ചെറുക്കൻ പോയി. അപ്പം അവനെന്താ ചിന്തിക്കുന്നതോ, ഇത്രയും നല്ലൊരു ശമ്പളമുണ്ട്, ഇത്രയും നല്ലൊരു ഒഴിവ് കിട്ടി, കുടുംബത്തിൻ്റെ പ്രാരാബ്ദം എല്ലാം മാറ്റാം. പോയി ഒരു മാസത്തിനുള്ളിൽ മിസൈൽ വീണ് മരിച്ചുപോയി. അപ്പോൾ പറയുമ്പോഴവരെ മരണം നമ്മൾ ക്ഷണിക്കാത്തൊരു അതിഥിയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലായിരിക്കും, മണിക്കൂറിലായിരിക്കും മരണം നമ്മളെ തേടി വരുന്നത്. അപ്പം നമ്മൾ റെഡി ആയിരിക്കണം. അതേ കർത്താവേ, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും ഞാൻ നന്നായിട്ട് നോക്കി, നിൻ്റെ കാര്യവും ഞാൻ വിശ്വസ്തയോടെ നോക്കി, നീ തന്ന എൻ്റെ ആത്മാവിനെ ഞാൻ കഴുകി വിശദീകരിച്ചിട്ടാണുള്ളത്, ഐ ആം റെഡി എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അപ്പം നമ്മുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധാലുവാണ് ഈശോ, എത്ര ശ്രദ്ധാലുവാണ്. അപ്പോൾ ചോദിച്ചാൽ മതി, ഈശോ തരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ ചാടി പുറപ്പെടുന്നതിന് മുൻപ് ചോദിക്കേണ്ടതാണ്. ഇതിൻ്റെ മിഡിൽ നിന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചില കോൺസിക്വൻസ് ഉണ്ട്. അത് നമ്മൾ ഈശോയോട് ചോദിച്ചിട്ട് നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അതിന് ചില കാലതാമസം പിടിക്കും. നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുക, ദൈവം എല്ലാം ക്രമീകരിച്ച് തരും എന്നെനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ഈ വ്യക്തി ഇപ്പം പറയുന്നത്, ഈ ആത്മാവ് ഇപ്പം പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി, അവരുടെ ഭൗതികമായ കാര്യങ്ങൾക്കായിരുന്നു ഞാൻ താല്പര്യം കൊടുത്തിരുന്നത്. മക്കളുടെ ഫീസ് അടക്കാൻ, ലോൺ അടക്കാൻ, കടബാധ്യത തീർക്കാൻ, രോഗം ചികിത്സിക്കാൻ, കല്യാണം നടത്താൻ. ഒരു വ്യക്തി പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. സ്വന്തം വിവാഹം മുതൽ സ്വന്തം മക്കളുടെ വിവാഹം വരെ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് മലയാളി ഈ ഭൂമി ജീവിക്കുന്നത്. സ്വന്തം വിവാഹത്തിന് വേണ്ടിയിട്ട് ജോലി നേടുന്നു, അത് സമ്പാദിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ ആ കല്യാണം നടത്തുന്നു. പിന്നീടുള്ള ജീവിതം മൊത്തം എന്തിനാണ്? മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ജീവിതമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ആയുസിൽ സമ്പാദിച്ചത് മൊത്തം ആ വിവാഹത്തിന് വേണ്ടിയിട്ട് അവരിടും. പിന്നീട് ഈ കടം വീട്ടാൻ വേണ്ടിയാണ് ബാക്കി ജീവിതം. തീർന്നു, മലയാളിയുടെ ജീവിതം കഴിഞ്ഞു. അപ്പോൾ ഈ വ്യക്തി പറയുന്നത്, ഇതെല്ലാം ഞാൻ ചെയ്തു, ഇന്ന് ഞാൻ മരിച്ചു, ശുദ്ധീകരണ സ്ഥലത്തെത്തി, എൻ്റെ പ്രിയപ്പെട്ടവർ ഒരാൾ പോലും എന്നെ ഓർക്കുന്നില്ല, എനിക്ക് കുർബാന പോലും അർപ്പിക്കുന്നില്ല എന്ന് ഈ ആത്മാവ് വളരെ വേദനയോടുകൂടെ പറയുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിനെ സേഫാക്കി വെക്കുക, ബാക്കി നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ സേഫാക്കി വെക്കുക. ഇത് നിങ്ങൾ ഈശോയോട് ചോദിച്ചാൽ ഈശോ ചെയ്തു തരും. എന്തായാലും ഈശോ നമ്മളൊരു മാരകഭാവത്തിൽ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനോട് ഈശോ തള്ളിവിടത്തേയില്ല. നമ്മൾ ചോദിച്ചാൽ അതിനെ കണക്കായിട്ടുള്ള, നിങ്ങൾ ചോദിക്കുന്നതിലും കൂടുതൽ ഈശോ നല്ലൊരു ശമ്പളം തന്ന് നിങ്ങളെ കുടുംബത്തെയും പോറ്റും, നിങ്ങളുടെ ആത്മാവിൻ്റെ വിശദീകരണത്തിനുള്ള സാഹചര്യം ഈശോ ഒരുക്കി തരും എന്നുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ പറയുമ്പോൾ, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം ഞാൻ പറയും, പക്ഷേ അറ്റ്ലീസ്റ്റ് സൺഡേസിലെങ്കിലും നിങ്ങൾ കുർബാന മുടക്കാതിരിക്കുക. ആഴ്ചയിൽ കുമ്പസാരിക്കണമെന്ന് ഞാൻ പറയും. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ കുമ്പസാരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈശോ ചോദിക്കും, ബോഷ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതായി മാറും. അപ്പോൾ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedictatur in mulieribus, et benedictus fructus ventris sui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Ore.